ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് രാവിലെ തന്നെ കൂട്ടത്തല്ലാണ് കേട്ടോ. ഇന്നലെ കാപ്പിപ്പൊടി മാറ്റി വെച്ച ആ ഒരു കേസ് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇന്ന് അതൊരു ഭയങ്കരമായ ഫൈറ്റ് ആകുമെന്ന്. നെവിനാണോ ജിസേലാണോ ആരാണെന്ന് അറിയില്ല. ജിസേൽ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ഹൈറ്റ് അവിടെ ജിസേലിനെ ഉള്ളൂ. കോഫി പൗഡറിന്റെ ആ ഒരു കണ്ടെയ്നർ എടുത്ത് ഫ്രിഡ്ജിന്റെ മുകളിലത്തെ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് വെച്ചിരുന്നത്. അനുമോൾ കിച്ചൺ ടീം ആയതുകൊണ്ടും ഫ്രിഡ്ജിന് മുകളിലേക്ക് പുള്ളിക്കാരത്തേക്ക് എത്താത്തത് കൊണ്ടും ഇത് അനുമോൾ ഒരു ഇഷ്യൂ ആക്കി മാറ്റി. നെവിൻ അത് എടുത്തു കൊടുത്തു. പക്ഷെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം ഒഫൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റൂളോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് എടുക്കുക, എനിക്കിട്ട് മുളപ്പിക്കാൻ വരരുത് എന്നുള്ള രീതിയിലൊക്കെ നെവിൻ പറയുന്നുണ്ട്, ചൂടായിട്ട് പറയുന്നുണ്ട്. അനുമോൾ ഈ ഒരു പ്രശ്നം തുടങ്ങിയതും അനീഷ് ഇത് ഏറ്റുപിടിക്കുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ അത് എടുത്ത് മാറ്റി വെച്ചതിനെ അനീഷ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനെതിരെ അനീഷ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ അഭിലാഷൊക്കെ ഇതിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഫൈറ്റ് ആവുന്നുണ്ട് ലൈവില്. നെവിൻ അനീഷിനെ മരത്തലയാന്ന് മരപ്പാവയെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഇതില് ന്യായം അനുമോളുടെ ഭാഗത്താണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും മുകളിലേക്കൊക്കെ കൊണ്ടുപോയി കാപ്പിപ്പൊടി വെച്ചാൽ എങ്ങനെയാണ് ഈ ഹൈറ്റ് ഇല്ലാത്തവർ പോയി അത് എടുക്കുന്നത്? അതൊരു വളരെ ന്യായമായ ചോദ്യമാണ്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. അത് അനുമോള് പറഞ്ഞ രീതി ഇത്തിരി പ്രൊവോക്കേറ്റീവ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടാൽ ആരായാലും റിയാക്ട് ചെയ്ത് പോകും. പ്രത്യേകിച്ച് ജിസേൽ അത് ഇന്നലെ കട്ടെടുത്ത് മാറ്റി വെച്ച സ്ഥിതിക്ക് ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഓറഞ്ച് പ്രശ്നം തുടങ്ങുന്നുണ്ട് കേട്ടോ ലൈവിനകത്ത്. 35 ഓറഞ്ചോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ 18 എണ്ണമോ 16 എണ്ണമോ കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് വേറൊരു വഴക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതും അനീഷ് ഏറ്റുപിടിച്ച് ആളെ കത്തിക്കുന്നുണ്ട്. ടാസ്ക് കളിച്ച് നേടിയ ഹണിയും ഓറഞ്ചും ബട്ടറും ഒക്കെ മിസ്സിംഗ് ആണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് റെനേനെയും ജിസേലിനെയുമാണ് ഇതൊക്കെ എടുത്തതിൽ ആരോപിച്ചത്. ഷാനവാസ് പറയുന്ന കാര്യം കുറെയൊക്കെ കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ടാസ്ക് എല്ലാവരും കൂടി ചേർന്നാണ് കളിച്ചത്. അതില് കുറച്ചു പേർക്ക് മാത്രം അത് എടുക്കാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെന്താ പൊട്ടന്മാരാ, ഞാനെന്താ പൊട്ടനാ എന്ന് ചോദിക്കുന്ന പോലെയാണിത്. അപ്പൊ ആര്യൻ, ജിസേൽ, റെന, ഫാത്തിമ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഇവരാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. എടുത്ത് മുഖത്ത് തേക്കുവോ അങ്ങനെ പല രീതിയിലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. എടുത്ത് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുക മാത്രമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.